ഹായ് എവരി വൺ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു എഡ്യൂക്കേറ്റർ ലേണിംഗ്. നിങ്ങളുടെ സ്വന്തം RRP ആണ്. മക്കൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നീറ്റ് എക്സാം ഒക്കെ കഴിഞ്ഞ് അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങൾ. അപ്പൊ ഒരുപാട് പേര് നമ്മളോട് സജസ്റ്റ് ചെയ്ത മറ്റൊരു വീഡിയോ ആണ് കേരളത്തിലുള്ള ടോപ്പ് ആയുർവേദ മെഡിക്കൽ കോളേജസിന്റെ വീഡിയോയും അതിന്റെ ലാസ്റ്റ് റാങ്കും നമ്പർ ഓഫ് സീറ്റ്സിനെ പറ്റിയൊക്കെ ഒരു ഡീറ്റെയിൽസ് ചെയ്യാമോ, അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിരുന്നു. സോ അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഓപ്പൺ ആയിട്ട് നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മളുടെ വാട്സാപ്പ് നമ്പർ എപ്പോഴും താഴെ എഴുതി കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് എന്ത് സജഷൻസോ ഡൗട്ട്സോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് ഒരു വോയിസ് നോട്ടായിട്ട് ഒരു മെസ്സേജ് അയക്കാം. അല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ലിങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ആ ജോയിൻ ചെയ്താൽ നമ്മുടെ എല്ലാ അപ്ഡേറ്റ്സുകളും ഞങ്ങൾ അതിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. യെസ്, അപ്പൊ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങളിലേക്കൊന്ന് നോക്കി വരാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. മക്കളുടെ ടോപ്പ് ഗവൺമെന്റ് ആയുർവേദ കോളേജസ് ഇൻ കേരളയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ പ്രധാനമായിട്ടും വരുന്ന കോളേജുകൾ എന്ന് പറയുന്നത് ഒന്ന് ഗവൺമെന്റ് ആയുർവേദ കോളേജ് തിരുവനന്തപുരം, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അതേപോലെ അടുത്ത് വരുന്നത് VPSV ആയുർവേദ കോളേജ് കോട്ടക്കലുള്ള ആയുർവേദ കോളേജ്, ഗവൺമെന്റ് ആയുർവേദ കോളേജ് ഒല്ലൂര് ആൻഡ് ഗവൺമെന്റ് ആയുർവേദ കോളേജ് തൃപ്പുണിത്തറ, ഗവൺമെന്റ് ആയുർവേദ കോളേജ് പരിയാരം. ഇത്രയും കോളേജുകളാണ് ഫസ്റ്റ് ലിസ്റ്റിൽ ഇങ്ങനെ നിൽക്കുന്ന ടോപ്പ് കോളേജസ്. അപ്പൊ ഈ കോളേജുകളെ പറ്റി നമുക്ക് പെട്ടെന്ന് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വരാം. അതിൽ നിങ്ങൾ നോക്കിക്കുക, തിരുവനന്തപുരത്തുള്ള ആയുർവേദ കോളേജാണ്. ആക്ച്വലി എനിക്ക് ഈ ബിൽഡിംഗ് ഒക്കെ കണ്ടപ്പോൾ തന്നെ നല്ല രസമുണ്ട് സംഭവം കാണാൻ, അല്ലെ? അപ്പൊ ഈ ആയുർവേദ മെഡിസിൻ പഠിക്കാൻ അതിയായ ആഗ്രഹമുള്ള, അതിൽ പാഷനുള്ള, അല്ലാതെ MBBS കിട്ടിയില്ല അതുകൊണ്ട് ആയുർവേദത്തിന് പോകാമെന്നുള്ള ഒരു ഓപ്ഷൻ എടുക്കരുതെന്നാണ് എന്റെ സജഷൻ. പിന്നെ അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. അങ്ങനെ ഒരു സജഷൻ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആദ്യം ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആയുർവേദ കോളേജാണ് നമ്മുടെ കേരളത്തിലുള്ള ട്രിവാൻഡ്രത്തെ ആയുർവേദ കോളേജ്. യെസ്, അപ്പൊ നമുക്ക് ഇതിന്റെ റാങ്ക് ഡീറ്റെയിൽസ് പെട്ടെന്നൊന്ന് നോക്കി വരാം. കഴിഞ്ഞ വർഷം തേർഡ് ഫേസ് അലോട്ട്മെന്റ് കഴിഞ്ഞപ്പോൾ സ്റ്റേറ്റ് മെറിറ്റ് 11,006 അല്ലെ, 11,006 ഇതിലാണ് സ്റ്റേറ്റ് മെറിറ്റ് നിൽക്കുന്നത്. പിന്നെ കാറ്റഗറി വൈസ് ഈഴവ, മുസ്ലിം, അങ്ങനെ ഓരോ കാറ്റഗറി വൈസും നിങ്ങൾക്ക് ഇതിൽ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ റാങ്കിനനുസരിച്ച്, നിങ്ങളുടെ കാറ്റഗറിക്ക് അനുസരിച്ച് നിങ്ങളുടെ കോളേജ് നിങ്ങൾ ഫിക്സ് ചെയ്യുക. കഴിഞ്ഞ വർഷം ട്രിവാൻഡ്രത്ത് പോയത് 11,006 വരെയാണ് ലാസ്റ്റ് റാങ്ക് പോയിരിക്കുന്നത്. സോ ആ ഒരു റാങ്ക് വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാമെന്ന് വിചാരിക്കാം. അടുത്ത സെക്കൻഡ് കോളേജ് വരുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, കോട്ടക്കലുള്ള ആയുർവേദ കോളേജാണ് VPSV അല്ലെ. യെസ്, VPSV ആയുർവേദ കോളേജ്. അപ്പം ക്യാമ്പസ് ആണ് ഈ കാണുന്നത്, നിങ്ങളുടെ കോളേജിന്റെ ഈ ക്യാമ്പസ്. നല്ല രസമുണ്ട്, ബിൽഡിംഗ് ഒക്കെ കാണാൻ അടിപൊളിയായിട്ടുണ്ട്, കൊള്ളാം, നല്ല മരങ്ങളൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട്. എനിക്ക് നാച്ചുറലി ഈ നാടും പച്ചപ്പും കാണുമ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. ആക്ച്വലി ഈ സ്ലൈഡ് ചെയ്തത് ഞാനല്ല, ഇതിന്റെ സ്ലൈഡ് ചെയ്തത് നമ്മുടെ കിറ്റിലാൽ സാറാണ്. ഞാൻ സാറിനോട് കണ്ടപ്പോഴേ ചോദിച്ചു, ആയുർവേദം എന്ന് കേട്ടുകൊണ്ടായിരിക്കും സാർ എല്ലാം പച്ച കളറിൽ നമ്മുടെ മെഡിമിക്സിന്റെ പരസ്യമൊക്കെ കാണുന്ന പോലെ ഉണ്ട്. ആക്ച്വലി സ്ലൈഡ് കാണാൻ രസമുണ്ട്. ബട്ട് സ്റ്റിൽ നിങ്ങൾ ഈ ഒരു കോളേജിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ വരുന്ന സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് 11,124 ആയിരുന്നു തേർഡ് ഫേസ് കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് റാങ്ക് വന്നിരിക്കുന്നത്. ബാക്കി കാറ്റഗറി വൈസ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കാറ്റഗറിക്ക് അനുസരിച്ചുള്ളത് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് സെക്കൻഡിൽ ചൂസ് ചെയ്യാവുന്ന, സെക്കൻഡ് പ്ലേസിൽ ചൂസ് ചെയ്യാവുന്ന കോളേജാണ് കോട്ടക്കൽ ഉള്ള നമ്മുടെ ആയുർവേദ കോളേജ്. തേർഡ് ഫേസിൽ വരുന്നത് കൊല്ലൂരുള്ള ആയുർവേദ കോളേജാണ്. കോളേജിന്റെ ക്യാമ്പസും ഫോട്ടോസും ഒക്കെ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. കോളേജിന്റെ ഡീറ്റെയിലിങ്ങും ഒക്കെ ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. അവിടെ വന്നത് 13,066 ആയിരുന്നു. സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് വന്നത് 13,066 വരെയാണ് നിന്നത്. പിന്നെ കാറ്റഗറി വൈസ് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ റാങ്ക് കമ്പാരിറ്റീവ്ലി ഇതിനു മുമ്പത്തെ രണ്ട് കോളേജുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ റാങ്ക് കുറവ് മതി. ഇപ്പൊ ഈഴവ കാറ്റഗറിയാണ് 18,000, മുസ്ലിം കാറ്റഗറി വരുമ്പോൾ 16,000. ലാറ്റിൻ കാത്തലിക് ആണ് അല്ലെ. യെസ്, അത് 20,000 പോയി. ധീവര, അങ്ങനെ ഓരോ കാറ്റഗറി, ബാക്ക്വേർഡ്, ഹിന്ദു, ക്രിസ്ത്യൻ, SC ST, അതർ കാറ്റഗറി എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. അടുത്ത വരുന്ന കോളേജ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തൃപ്പുണിത്തറ. ഞങ്ങള് എപ്പോഴും, എനിക്ക് തോന്നുന്നു ഞാൻ മാസത്തിൽ 10 തവണയെങ്കിലും ഇതിന്റെ ഫ്രണ്ടിൽ കൂടെ പോവാറുണ്ട്. അപ്പം തൃപ്പുണിത്തറ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്, വൺ ഓഫ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്. ഐ എം റിയലി സോറി, ഗവൺമെന്റ് ആയുർവേദ മെഡിക്കൽ കോളേജ്. ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ച ഒരാളായതുകൊണ്ട് എനിക്ക് അറിയാണ്ട് ഈ ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ അതിനകത്തോട്ട് കയറി എഞ്ചിനീയറിംഗ് കയറി വരും. ഐ എം സോറി. നല്ലൊരു കോളേജാണ്. ഞാൻ ഈവൻ എന്റെ മദറിന് ട്രീറ്റ്മെന്റ് ഉള്ളപ്പോൾ ഞാൻ ഈ ഹോസ്പിറ്റലിൽ പോയിട്ടുള്ളതാണ്. അത്യാവശ്യം നല്ല ഫെസിലിറ്റി ഒക്കെ ഉള്ള അടിപൊളി ഒരു മെഡിക്കൽ കോളേജാണ്. ഐ മീൻ ഗവൺമെന്റ് മെഡിക്കൽ കോളേജാണ്.
ആയുർവേദ മെഡിക്കൽ കോളേജാണ്. അപ്പൊ അതുകൂടെ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു. റാങ്ക് വരുന്നത് 13,000. സ്റ്റേറ്റ് മെറിറ്റ് വന്നത് 13,131 കാറ്റഗറി വൈസ് ഇങ്ങനെ റാങ്കുകൾ നിൽക്കും. ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കോളേജാണ്, അടിപൊളി ഒരു കോളേജാണ്. നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്ന ഒരു കോളേജാണ്. നിങ്ങൾക്കറിയാം നമ്പർ ഓഫ് കോളേജസ് കമ്പാരിറ്റീവ്ലി ആയുർവേദം ഗവൺമെന്റ് കോളേജുകൾ കുറവാണ്. കേരളത്തിൽ ഓപ്റ്റ് ചെയ്യാൻ വൺ ഓഫ് ദി ബെസ്റ്റ് കോളേജ്. അടുത്തതാണ് പരിയാരത്ത് വരുന്ന ഗവൺമെന്റ് ആയുർവേദ കോളേജ്, കണ്ണൂർ പരിയാരത്ത് വരുന്ന കോളേജ്. കോളേജിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ക്യാമ്പസ് നിങ്ങൾ ഈ കാണുന്നതാണ് ക്യാമ്പസ്. അവിടെ കഴിഞ്ഞ വർഷത്തെ വന്ന തേർഡ് ഫേസ് അലോട്ട്മെന്റിൽ വന്ന ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് 13,155. സ്റ്റേറ്റ് മെറിറ്റ് കാറ്റഗറി വൈസ് ഇങ്ങനെയാണ് റാങ്കുകൾ നിൽക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ആ റാങ്ക് ലിസ്റ്റും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ടോപ്പ് കോളേജുകൾ ഇതൊക്കെയാണെന്നൊന്ന് അവയർനെസ് തന്നതാണ്. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ബട്ട് സ്റ്റിൽ ഇതറിയാത്ത ഒരുപാട് പേരുണ്ട്. അപ്പൊ അവരിലേക്ക് ഈ വീഡിയോ എത്തിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് ചെയ്തു വെച്ചത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ സജഷൻസ് താഴെ കമന്റ് ചെയ്യാം. ഇതിനെപ്പറ്റി കൂടുതൽ അറിയണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മെഡിക്കൽ കോളേജിനെ പറ്റി ഇൻ ഡെപ്ത് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. കാരണം ഞങ്ങൾ ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇതിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കൂടുതൽ അപ്ഡേറ്റ്സിനും വിവരങ്ങളും വിശേഷങ്ങളും അറിയാൻ വേണ്ടി ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ടോപ്പിക്കുമായിട്ട് നമുക്ക് ഇനിയും കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച്.